ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ഷനിലേക്ക് പോവാം അല്ലെ. നമ്മുടെ ഡയറക്ഷന്റെ ടോപ്പിക്കിലോട് നമുക്ക് പോവാം. അപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ദിക്കും ദിശയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ദിക്കും ദിശയും, കേട്ടാ. തെക്കും വടക്കൊക്കെ അറിയോ എല്ലാവർക്കും? തെക്ക് വടക്ക് നടക്കാന്ന് പറയും. തെക്കും വടക്കൊക്കെ എവിടെയാന്ന് എല്ലാവർക്കും അറിയോ? തെക്ക് വടക്ക് നടക്കുന്നവരെന്നൊക്കെ പറയും ഓരോരുത്തരെ കുറിച്ച് അല്ലെ. നമുക്ക് തെക്കും വടക്കൊക്കെ ഒന്ന് പഠിക്കാം. ഇവിടെ ഈ താഴോട്ട് വരുമ്പോ എന്താ? തെക്കാണ്, അതായത് സൗത്ത് കേട്ടാ. സൗത്ത് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടി സൗത്ത്. മുകളിലോട്ട് പോകുമ്പോ എന്തായിരിക്കും? നോർത്ത്, അല്ലെ നമ്മൾ വടക്ക് എന്ന് പറയും. ഇവിടേക്ക് വരുമ്പോഴോ ഇവിടെ നമ്മൾ ഈസ്റ്റ് ആണ്, കിഴക്കാണ് വരണേ, കിഴക്ക്. പിന്നെ ഇവിടെയോ വെസ്റ്റ് ആണ് വരണേ, അതായത് പടിഞ്ഞാറ് വരും. ഓക്കെ, അതായത് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി വടക്കോട്ട് സഞ്ചരിച്ചു, പിന്നീട് അയാൾ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചോദ്യം വരാം. ചോദ്യം വരാൻ മനസ്സിലാവും ദിക്ക് എന്തിനാ പറയണേന്ന്. ഇനിതേ ഇങ്ങനെ കളർ മാറ്റി വരയ്ക്കാം. നമ്മളിതാ ഇങ്ങനെ വരച്ചു, ഒന്നില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ഇത് ഏതാ ദിക്ക്? ഇതാണ് കിഴക്ക് വടക്ക്. കിഴക്ക് വടക്ക് കേട്ടാ. ഇതാണ്, അല്ല വടക്ക് കിഴക്ക് അല്ലെ, വടക്ക് കിഴക്ക് അല്ലെ, വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് കേട്ടാ, ഇതാണ് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. ഇനി നമ്മൾ ഇങ്ങനെ വരച്ചാലോ, ഇതാണ് എന്ത്? സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക്. സൗത്ത് ഈസ്റ്റ് അഥവാ തെക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്. യെസ്, തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ അല്ലെ എന്ന് പറയാറില്ലേ. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചാലോ, തെക്ക് പടിഞ്ഞാറ് അല്ലെ. തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് എന്ന് പറയും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയില്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ഇന്ത്യയില് ജോഗ്രഫി നിങ്ങളധികം പഠിച്ച ജോഗ്രഫി കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം എവിടെന്നാ വരണേ? അറബിക്കടലിൽ നിന്ന് അതിങ്ങനെയാ വരണേ. തെക്ക് പടിഞ്ഞാറ് ദിശയെന്നാണ് മൺസൂൺ അല്ലെ, ഇത് കേരളത്തിൽ കൂടെ അങ്ങോട്ട് കയറണത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. ഓക്കെ, ഇനിതാ അടുത്തത് വരച്ചു. ഇതെന്ത് വരും? നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് കേട്ടാ, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ദിക്കുകള്. ഓക്കെ, ദിക്കുകൾ മനസ്സിലായോ? ഇനി നമ്മൾ ഒരാളിതാ ഇങ്ങനെ പോണെന്ന് പറഞ്ഞാലോ, ഇങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ? 90 ഡിഗ്രി. ഒരാൾ 90 ഡിഗ്രിയിൽ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സംഭവം, 90 ഡിഗ്രി പോയി എന്ന് പറഞ്ഞാൽ. ഇനി നമ്മള് ഇവിടെ ഈ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിലോ, 90ന്റെ പകുതി 45 ഡിഗ്രി ആയിരിക്കും. ഇയാൾ 45 ഡിഗ്രിയിൽ തിരിഞ്ഞു, 90 ഡിഗ്രിയിൽ തിരിഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ഒരു വീട്ടിലാണല്ലോ ഇരിക്കണേ, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിലേക്കുള്ള സ്ഥലം ഏതാന്ന് നോക്കുക. വടക്കാന്ന് വിചാരിച്ചു, വടക്കോട്ട് തിരിയുന്നു. വടക്ക് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 100 മീറ്റർ നടന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിയുന്നു. അപ്പൊ നിങ്ങൾ എവിടേക്കായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുക? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യം വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പ്രത്യേകം പറയണ്ടല്ലോ. പൈതഗോറസ് തിയറം ഏറ്റവും പുതിയതായിട്ട് ആരെങ്കിലും ക്ലാസ്സിൽ വീണ്ടും ഉണ്ടോ? എന്ത് ചെയ്താൽ മതി? നമ്മുടെ കർണം, ഇത് നമുക്ക് ഇവിടെ ആവശ്യം വരും. പാദം എന്ത് ഇതിനെന്താ പറയാ? നമ്മുടെ ഹൈറ്റ്, ഉന്നതിയോ? ലംബം. ലംബം, സോറി, ലംബം. ചില നേരത്ത് മറന്നു. ലംബം. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ എന്ത് നമ്മള് കർണം കാണിക്കുന്നത് ലംബം സ്ക്വയർ പ്ലസ് പാദ സ്ക്വയർ, അതൊരു എഴുതി കാണിക്കണോ? അതോ ഹൈപ്പോട്ടനസ്? ഹൈപ്പോട്ടനസ് കേട്ടോ. കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. എച്ച് സ്ക്വയർ പ്ലസ് ഇത് ബേസ് സ്ക്വയർ, പിന്നെ പാദം സ്ക്വയർ ഈക്വൽ ടു ബേസ് ആണെങ്കിലോ? ഓക്കെ, കർണം അല്ലെ, കർണം സ്ക്വയർ മൈനസ് എന്ത് ചെയ്താൽ മതി? ലംബം സ്ക്വയർ. ലംബം സ്ക്വയർ
നമുക്ക് സ്ക്വയർ വേണമെങ്കിൽ കളയാം അല്ലേ? യെസ്, കേട്ടാ മതി. ദെൻ ലംബം സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പൊ ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടാ. കാരണം ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾ ഇങ്ങനെ പോയി അല്ല, ഇവിടെ നിന്ന് വീടാണെങ്കിൽ അയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോൾ അയാളും വീടും തമ്മിലുള്ള അകലം എത്ര? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇത്രയും കാര്യം ഡയറക്ഷനിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി വിചാരിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടാ. ഇന്ത്യനെ കുറിച്ചൊന്ന് ആലോചിക്കുക. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ്. കേരളം സൗത്തിലാണ് ഇന്ത്യയുടെ അല്ലെ. ഡൽഹി എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഡൽഹിയും അല്ലെ, മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ പറയും ബീഹാറൊക്കെ നോർത്ത് അല്ലെ, നോർത്താണ്. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി, കുറച്ച് ഭാവന വേണണ്ടാ. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അവിടെ നിന്ന് നേരെ ലംബമായി 3 മീറ്റർ മുമ്പോട്ടും അവിടെ നിന്ന് 4 മീറ്റർ വലത്തോട്ടും വീണ്ടും 2 മീറ്റർ ഇടത്തോട്ടും സഞ്ചരിച്ചു. ഇപ്പോൾ കുട്ടി തിരിഞ്ഞു നിൽക്കുന്ന ദിശ ഏത്? ഓക്കെ, ഫിഗർ വരയ്ക്കാം. തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ്. വടക്ക് എവിടെയാ? വടക്ക് ദിശയിലേക്ക് ഒരു കുട്ടി തിരിഞ്ഞു നിൽക്കണ് കണ്ട. വടക്ക് ദിശയിലേക്ക് ഒരു കുട്ടി തിരിഞ്ഞു നിൽക്കുന്നു. ആ കുട്ടി അവിടുന്ന് നേരെ ലംബമായി, ഇവിടെ കുട്ടി നിൽക്കണേ, ലംബമായി 3 മീറ്റർ മുമ്പോട്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ? കുട്ടി നേരെ അങ്ങോട്ട് നടക്കണം 3 മീറ്റർ മുന്നോട്ട്. കണ്ട, 3 മീറ്റർ മുൻപോട്ട് നടന്നു. അവിടെ നിന്ന് കുട്ടി എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോ അല്ലെ, കുട്ടി ഇങ്ങനെ മുന്നോട്ട് നടക്കാണേ. 4 മീറ്റർ വലത്തോട്ട് പോയി എന്ന് പറയുമ്പോ ഈ കുട്ടി ഇവിടെ നിൽക്കുകയാണെ. റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കുക. 4 മീറ്റർ വലത്തോട്ട്. വീണ്ടും കുട്ടി എന്ത് ചെയ്തു? കുട്ടി 2 മീറ്റർ ഇടത്തോട്ട് പോയി അല്ലെ. ഈ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. നിങ്ങൾ സങ്കല്പിക്കണം കേട്ടോ. ഈ കുട്ടിയുടെ ഒപ്പം സഞ്ചരിക്കാം. 2 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ കുട്ടി തിരിഞ്ഞു നിൽക്കുന്ന ദിശ ഏത്? കുട്ടി തിരിഞ്ഞു നിൽക്കുന്ന ദിശ ഏത്? അതിന്റെ ഓപ്ഷൻ വന്നിട്ടില്ല അല്ലേ. നേഹ പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ കുട്ടി എങ്ങനെ തിരിഞ്ഞിരിക്കണേ? 3 മീറ്റർ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കുട്ടി വലത്തോട്ട് തിരിഞ്ഞു. വീണ്ടും കുട്ടി ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പൊ കുട്ടി ഏത് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നേ? കുട്ടി തിരിഞ്ഞിരിക്കുന്ന ഈ ദിശ ഒന്ന് കമന്റ് ചെയ്യൂ. വടക്ക് അല്ലെ, വടക്ക് ദിശയിലാണ് കേട്ടാ. വടക്ക്. കുട്ടി എവിടേക്ക് തിരിഞ്ഞിരിക്കണേ? വടക്കോട്ട്. ഇത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, കിട്ടിയാ? അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോവാം. രവി ആദ്യം വടക്കോട്ട് 5 മീറ്ററും പിന്നീട് കിഴക്കോട്ട് 12 മീറ്ററും സഞ്ചരിച്ചാൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഇപ്പോൾ രവിയുടെ ദൂരം എത്രയായിരിക്കും? ഒന്ന് ഫിഗർ വരച്ചേ. രവി, ഇതാണ് രവി. നിൽക്കണ്ട രവി. വടക്കോട്ട് 5 മീറ്റർ അല്ലെ, വടക്കോട്ട് 5 മീറ്റർ. പിന്നീട് എന്ത് ചെയ്തു? കിഴക്കോട്ട് അവൻ 12 മീറ്ററും പുറപ്പെട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് അവൻ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. രവിയുടെ ദൂരം എത്രയായിരിക്കും? 5+12 അങ്ങനെയാണ് എഴുതാൻ പാടുള്ളേ. അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ കർണം കാണാം, ഹൈപ്പോട്ടനസ് കാണാം, പൈതഗോറസ് തിയറം വെച്ച്. ഓക്കെ, കണ്ടുപിടിച്ചേ ഉത്തരം. ആൻസർ ഇവിടെ വന്നു. ആൻസർ ഇവിടെ സി വന്നിട്ടുണ്ട്. ചെയ്തേനപ്പൊ എന്താ ചെയ്യണ്ടേ? കർണം സ്ക്വയർ ഈക്വൽ ടു കർണം അല്ലേ, ഈക്വൽ ടു റൂട്ട് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ 144 പ്ലസ് 5 സ്ക്വയർ 25. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 169. റൂട്ട് സ്ക്വയർ റൂട്ട് എത്ര? 169ന്റെ 13 മീറ്റർ വന്നു. ഓക്കെ, കിട്ടിയില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോവാം അല്ലേ? അടുത്തേക്ക് പോകാൻ തോന്നുന്നു. ഈ 140 കൂട്ടി വന്ന ആൾക്കാര് 169 റൂട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. 30 വരെയുള്ള സ്ക്വയർ റൂട്ട് പഠിക്കുക, 10 വരെയുള്ള ക്യൂബ് പഠിക്കുക, അറ്റ്ലീസ്റ്റ് 20 വരെയെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടാ, സ്ക്വയർ റൂട്ടൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും കിഴക്കോട്ട് 100 മീറ്ററും തുടർന്ന് വടക്കോട്ട് 150 മീറ്ററും തുടർന്ന് പടിഞ്ഞാറോട്ട് 120 മീറ്ററും തുടർന്ന് തെക്കോട്ട് 150 മീറ്ററും സഞ്ചരിച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ്? നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കാം, എന്നിട്ട് ഞാൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കണം നോക്കിയിരിക്കും. നമ്മുടെ ആൻസർ എത്രയാ? ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ ഇവിടെ വന്നു അല്ലേ? ആൻസർ ബി 20 മീറ്റർ. ഞാൻ ഫിഗർ വരയ്ക്കാട്ടാ ചെയ്ത് കഴിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരാളുടെ വീട്, അയാൾ അവിടെ നിന്ന് കിഴക്കോട്ട് എത്ര മീറ്റർ പോയി? കിഴക്കോട്ട് അയാൾ 100 മീറ്റർ പോയി. കിഴക്കോട്ട് വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? വടക്കോട്ട് അയാൾ 150 മീറ്റർ പോയി. തുടർന്ന് പടിഞ്ഞാറോട്ട് എത്ര പോയി? പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണം, 120 മീറ്ററാ. നമ്മൾ ഇവിടെ 100 അല്ലേ? ഇവിടെ മൊത്തം 120 അല്ലേ? 120. അപ്പൊ ഇവിടം വരെ ഇയാൾ 100 അല്ലെ? ഇവിടം വരെ ഇയാൾ 100 നമുക്കറിയാം. അപ്പൊ നമ്മൾ 20 മീറ്റർ കുറച്ചും കൂടി നീട്ടി വരച്ചു. പിന്നെ തെക്കോട്ട് 150 മീറ്റർ. തെക്കോട്ട് അയാൾ 150 മീറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ, അങ്ങനെ ഇവിടെ 150 ഇവിടെ 150. അപ്പൊ അയാള് വീട്ടിൽ നിന്ന് എത്ര അകലെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ദൂരം കണ്ടുപിടിക്കണ്ടേ? നമ്മൾ കണ്ടുപിടിക്കേണ്ട ദൂരം ഇതാണ് അല്ലേ? ഈ ദൂരം എത്രയാ? ഇവിടം വരെ നമുക്കറിയാം 100 അല്ലേ? ഇവിടം വരെ 100, ഇവിടെ എത്രയാ? 20. അപ്പൊ എത്രയാണ്? 20 മീറ്റർ. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല അല്ലേ? ഫിഗർ കറക്റ്റായി വരച്ചപ്പോ? ഫിഗർ തെറ്റിപ്പോയാൽ മാത്രമേ നമുക്ക് ഒരു പ്രശ്നമുള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? 20 കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും 20 കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തേക്ക് പോട്ടെ ഞാൻ. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത് ഇടത് വലത് ഇടത് വലത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു. അവസാനം അയാൾ പുറപ്പെട്ടിടത്തു നിന്നും എത്ര അകലെ എത്തി? ഓക്കെ, ഒന്ന് തന്നെ വരച്ചു നോക്കിയാൻ. ഒന്ന് വരയ്ക്കാനുണ്ട്, കുറച്ച് സിമ്പിളാണ് വര. ഇടത് വലത് എന്ന് പറയുന്നത് തെറ്റിക്കരുത്. ഒന്ന് വരച്ച് ചെയ്തു നോക്കിയാൻ.
ഓക്കെ, ആൻസർ ഇവിടെ മെൽവി പറഞ്ഞിട്ട് 3 കിലോമീറ്റർ. ഇനി കിട്ടാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ വരയ്ക്കാം അല്ലേ? ബാക്കിയുള്ളവർ വരച്ചാ? ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു അല്ലേ? എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് 1 കിലോമീറ്റർ പോയി അല്ലേ? വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. തുടർന്ന് അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ, ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 1 കിലോമീറ്റർ അല്ലേ? ഞാനൊന്നുകൂടി മാച്ച് വരയ്ക്കട്ടെ. തെക്കോട്ട് 3 കിലോമീറ്റർ അല്ലേ? എന്നിട്ട് അയാൾ വലത്തോട്ട് തിരിഞ്ഞു അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരണേ? വലത്തോട്ട് തിരിഞ്ഞിട്ട് 1 കിലോമീറ്റർ നടന്നു. വീണ്ടും അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞു. തുടർന്ന് വലത്, ഇടത്, വലത്, ഇടത്, വലത് അല്ലേ? അങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന് അല്ലേ? അപ്പൊ ഇവിടെ 1, 2, 3 കിലോമീറ്റർ അല്ലേ? ഇവിടെ ഈ 3 കിലോമീറ്ററുകൾ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ മൊത്തം 3 അല്ലേ? അപ്പൊ അയാൾ അവസാനം അയാൾ പുറപ്പെടുത്തിൽ നിന്നും എത്ര അകലെ എത്തി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുറപ്പെട്ട സ്ഥലം ഏതായിരുന്നു? പുറപ്പെട്ട പോയിന്റ് ഇതല്ലേ? പുറപ്പെട്ട പോയിന്റ് ഇതല്ലേ അല്ലേ? അവിടുന്ന് അയാളത് അവസാനം ഇവിടെ എത്തി. അതെത്രയുണ്ട് പുറപ്പെട്ട പോയിന്റിൽ നിന്ന്? ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്. മൊത്തത്തിൽ എത്രയാ? 3 കിലോമീറ്റർ. കിട്ടിയാ? ഒന്നുകൂടി വരയ്ക്കണാ? ഒന്നുകൂടി വരച്ച് കാണിക്കണോ? കിളി പോയാ കുറച്ചു പേരുടെ? ഞാൻ ഇന്ന് രക്തബന്ധങ്ങൾ എടുക്കാൻ ബ്ലഡ് റിലേഷൻ. അപ്പൊ വിചാരിച്ചു അത് കുറച്ചും കൂടി ഓഫ്ലൈനിലൊക്കെ പിള്ളേർ തല പുകഞ്ഞ ആകെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രൂഫ് ടെലോസ് കഴിഞ്ഞിട്ട് പിന്നെ ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ വിചാരിച്ചു ഇതെടുത്ത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. നിങ്ങൾ വരച്ചു പഠിക്കാം അവിടെ, നിങ്ങളുടെ ഭാവന വെച്ച് വരച്ചു പഠിക്കാം. ഞാൻ അടുത്തേക്ക് പോവാം. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. ഇതന്നെയല്ലേ പറഞ്ഞത്? ഓക്കെ, അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ട്, ഞാനത് എഴുതി തരാത് കേട്ടാ. ഞാൻ എഴുതി തരാം ഒരു ചോദ്യം. ചോദ്യം എഴുതി തരാം. ഒരാൾ വടക്കോട്ട് യാത്ര തുടങ്ങിയ ശേഷം എഴുതിക്കോ. ഒരാൾ വടക്കോട്ട് യാത്ര തുടങ്ങിയ ശേഷം, ഞാൻ പേസ്റ്റ് ചെയ്ത് മാറിപ്പോയതാണ്. ഒരാൾ വടക്കോട്ട് യാത്ര തുടങ്ങിയ ശേഷം ഇടത്തോട്ടും പിന്നീട് വലത്തോട്ടും വീണ്ടും വലത്തോട്ടും പിന്നീട് ഇടത്തോട്ടും തിരിഞ്ഞ് യാത്ര ചെയ്യുന്നു. എങ്കിൽ അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? ഇതൊന്ന് ചെയ്ത് നോക്കിയേ. വലിയ ഉത്തരം വടക്ക്. ഉത്തരം വന്നിട്ടുണ്ട്. ഒരാള്
വടക്കോട്ട് യാത്ര തുടങ്ങി. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? ഇടത്തോട്ട്, പിന്നീട് വലത്തോട്ട്, അല്ലെ? ഇടത്തോട്ട് പിന്നീട് വലത്തോട്ട്, വീണ്ടും വലത്തോട്ട്, അല്ലെ? പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞു. എങ്കിൽ അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് ചോദിച്ചാൽ വടക്കാണ്. ഓക്കെ, ഇനി ഇതിലൊരു ഒരു ഒരു റൂളുള്ളത് പറയാം. അതായത് നമ്മൾ ഒരാൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് യാത്ര തുടങ്ങിയ ശേഷം നിരവധി തവണ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര ചെയ്താൽ ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള തിരിവുകളുടെ എണ്ണം തുല്യമായാൽ എന്താണ്? അയാള് ഏത് ദിശയിലാണോ യാത്ര തുടങ്ങി ആ ദിശയിൽ തന്നെയായിരിക്കും അയാളുടെ സ്ഥാനം. അതായത് ഇവിടെ ഇപ്പൊ നോക്കാം, അയാള് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ അത് സെയിം ആണ്, അല്ലെ? ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞു, അല്ലെ? ഇടത്തോട്ട് വലത്തോട്ട്, വലത്തോട്ട് ഇടത്തോട്ട്, 2 പ്രാവശ്യം വലത്തോട്ട്, 2 പ്രാവശ്യം ഇടത്തോട്ടും തിരിഞ്ഞു. അതായത് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ അയാളുടെ തിരിവുകള് തുല്യമാണ്. ഇടത്തോട്ട് 2 പ്രാവശ്യം, വലത്തോട്ട് 2 പ്രാവശ്യം. ഫൈനലി അപ്പൊ അയാൾ ഏത് ദിശയിലേക്കായിരിക്കും? അയാൾ ഏത് ദിശയിലേക്കാണ് ആദ്യം തന്നെ യാത്ര ചെയ്ത് തുടങ്ങിയത് അയാൾ ആ ദിശയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ. ഒരാൾ ഏതെങ്കിലും ദിശയിലേക്ക് യാത്ര തുടങ്ങിയ ശേഷം, ഒരാൾ ഏതെങ്കിലും ദിശയിലേക്ക് യാത്ര തുടങ്ങിയ ശേഷം നിരവധി തവണ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ, നിരവധി തവണ ഇടത്തോട്ടോ വലത്തോട്ടോ നിരവധി തവണ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ, അല്ലെ? ഇടത്തോട്ടോ തിരിഞ്ഞാൽ തിരിവുകളുടെ എണ്ണം, തിരിവുകളുടെ എണ്ണം തുല്യമായ, തിരിവുകളുടെ എണ്ണം എന്ന് വെച്ചാൽ എന്താ? ഇടത്തോട്ടും വലത്തോട്ടും, അല്ലെ? ഇടത്തോട്ടും വലത്തോട്ടുള്ള തിരിവുകള്, ഇടത്തോട്ടും വലത്തോട്ടും തിരിവുകളുടെ എണ്ണം തുല്യമായാൽ അവസാനം അയാൾ നിൽക്കുന്നത് യാത്ര തുടങ്ങിയ ദിശയിൽ തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ ഒരു റൂള് വേണമെന്നില്ല, പക്ഷെ നമുക്ക് ഇത് വരച്ചാൽ കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞെന്താണ് കേട്ടാ. ഓക്കെ, അടുത്ത ഒന്നത്തിലേക്ക് പോവാം, അല്ലെ? എൻ്റെ ഒപ്പം നിങ്ങൾ എഴുതി കഴിഞ്ഞിരുന്നത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ വടക്കോട്ട് നോക്കി നിൽക്കുന്നു. അദ്ദേഹം 45 ഡിഗ്രി ക്ലോക്കിലെ സൂചിയുടെ ചലനഗതിക്ക് അനുസരിച്ച് തിരിഞ്ഞു. അതിനുശേഷം 180 ഡിഗ്രി വീണ്ടും അതേ ദിശയിലേക്ക് തിരിഞ്ഞു. അവസാനം 270 ഡിഗ്രി അപ്രദക്ഷിണമായി, അതായത് ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി, ഫിഗർ വരയ്ക്കാൻ നോക്കിയേ. ഒരാള് വടക്കോട്ട് നോക്കി നിൽക്കാണ്, അല്ലെ? അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു 45 ഡിഗ്രിയിൽ അങ്ങോട്ട് തിരിഞ്ഞു. അതായത് അയാൾ ഏകദേശം ക്ലോക്കിലെ സൂചിയുടെ ചലനഗതിക്ക് അനുസരിച്ച്, അല്ലെ, 45 ഡിഗ്രിയിൽ അയാൾ തിരിഞ്ഞു. അതിനുശേഷം വീണ്ടും അയാൾ എന്ത് ചെയ്തു? 180 ഡിഗ്രി തിരിഞ്ഞു. അതേ ദിശയിലേക്ക് അയാള് 180 ഡിഗ്രി തിരിഞ്ഞു. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയും വരില്ല, ഞാൻ ഇപ്പൊ 90 ഡിഗ്രിയാ തിരിഞ്ഞാണ്, അല്ലെ? 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ അയാൾ എന്തോരം തിരിഞ്ഞേ?
അയാൾ ഇത്രയും തിരിഞ്ഞുള്ളൂ അല്ല, ഇത്രയും തിരിഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് ആ പുള്ളി എന്ത് ചെയ്തു? ആ പുള്ളി വീണ്ടും തിരിഞ്ഞത് ഈ 45 ഡിഗ്രി ഓൾറെഡി തിരിഞ്ഞു. ഇവിടെ നിന്ന് വീണ്ടും അയാൾ 180 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര തിരിഞ്ഞു? ഇവിടെ നമ്മൾ എത്ര പോണം? 180 45 പോയിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര തിരിയണം? 180 45 പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 135 ഡിഗ്രി വീണ്ടും പോണം അല്ലേ? അപ്പൊ അയാളിതാ വീണ്ടും തിരിയാണേ. വീണ്ടും തിരിയുമ്പോ ഇവിടം വരെ തിരിയുമ്പോ വീണ്ടും അയാൾ 35 ഡിഗ്രി അല്ല 45 ഡിഗ്രി തിരിഞ്ഞു. ഇവിടെ നിങ്ങളുടെ ആവുമ്പോഴോ 90 ഡിഗ്രി തിരിഞ്ഞു അല്ലേ? 90 ഡിഗ്രി തിരിഞ്ഞു. ഇനി അയാൾ എത്രയും കൂടി തിരിയണം? അയാൾ മൊത്തം 180 ഡിഗ്രി അതിനുശേഷം വീണ്ടും 180 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയണേ. അപ്പൊ മൊത്തം ഇയാൾ എത്രയായിട്ടുണ്ട്? മൊത്തം ഇയാള് 45ഉം 90ഉം അല്ല, ഒരു 135 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും ഇയാൾ എന്ത് ചെയ്യണം? വീണ്ടും ഇയാൾ ഇത്രയും കൂടി തിരിയണം അല്ലേ? അപ്പൊ എത്രയാവും? മൊത്തം 180 ഡിഗ്രി ആവും അല്ലേ? മൊത്തം 180 ഡിഗ്രി തിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം കറക്റ്റ് ആണ്. ഇനി ആൾ എന്ത് ചെയ്തു? ഇത്രയും തിരിഞ്ഞു. ഇവിടം വരെ വന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? അതേ ദിശയിലേക്ക്. അതിനുശേഷം അവസാനം അദ്ദേഹം 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്, അതായത് പുള്ളി എന്ത് ചെയ്തു? ഇവിടെ നേരെ റിവേഴ്സ് അടിച്ചു. ഇപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് നേരെ 270 ഡിഗ്രി അങ്ങോട്ട് പോയി അല്ലെ? അപ്പൊ എവിടെ എത്തി നിൽക്കും? ഇവിടം വരെ ഓൾറെഡി 180 ഡിഗ്രി ഉണ്ട്. പിന്നെ ഇവിടം വരെ എത്തുമ്പോൾ 180 45 ഗുണം എത്രയായി? ഒരു 225 ഡിഗ്രി ഓൾറെഡി പുള്ളി എത്തി അല്ലേ? ഇനി എത്ര പോണം? ഇനി ഒരു 45 ഡിഗ്രി കൂടി പുള്ളി തിരിഞ്ഞാലാണ് മൊത്തം 270 ഡിഗ്രി എത്താ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് പുള്ളി എവിടെ എത്താ? പുള്ളി ഫൈനലി ഇവിടെ എത്തി നിൽക്കും. ഇത് ഏത് സ്ഥലം? ഇതാണ് വടക്ക് പടിഞ്ഞാറ്. ഒന്നുകൂടി വരയ്ക്കണ വടക്ക് പടിഞ്ഞാറ് അല്ലെ? ലാസ്റ്റത്തെ കൂടി പറയാം 270ന്റെ. ആ, ഒന്നുകൂടി പറയാം. കാണുമ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻ തോന്നിയാലും നമുക്ക് വരച്ചു വരുമ്പോൾ നമുക്ക് കിട്ടും. ആദ്യം തൊട്ട് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഒരാൾ വടക്കോട്ട് നോക്കി നിൽക്കുകയാണേ. നമുക്ക് ഓൾറെഡി നമുക്ക് 4 പോർഷനായിട്ട് വരയ്ക്കാം. വടക്കോട്ട് നോക്കി നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു? 45 ഡിഗ്രിയിൽ അയാൾ ആദ്യം തിരിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് വീണ്ടും 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് എത്തിക്കണേ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ എത്തി നിൽക്കാണ്. അതായത് നമുക്ക് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 45, ഇവിടുത്തെ ഒരു 90, വീണ്ടും 45, മൊത്തം 180 ഡിഗ്രി ആയി. ഇവിടെ നിന്ന് ഇയാൾ നേരെ ആന്റി ക്ലോക്ക് വൈസ് പോവാണ്. ഇവിടം വരെ എത്തുമ്പോൾ അയാൾ എത്ര എത്തി? അത് ഇവിടുത്തെ 45, ഇവിടുത്തെ 45 അല്ലേ? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ ഒരു 90 ഡിഗ്രി. അപ്പൊ എത്ര? 180 ഇവിടെ മൊത്തം 180. ഇവിടുത്തെ 45 ആവുമ്പോൾ അയാൾ എത്ര പോയി? അയാൾ 225 ഡിഗ്രി മൊത്തം അയാൾ ഇവിടെ എത്തി. മൊത്തം 225 ഡിഗ്രി എത്തി. 270 ആവാൻ അയാൾ എത്രയും കൂടി പോണം? 270 ആവണമെങ്കിൽ ഒരു 45 കൂടി പോണ്ടേ? അപ്പൊ ഇവിടേക്ക് എത്തി. അങ്ങനെയാണ് അയാൾ ഇവിടെ എത്തുമ്പോൾ 270 ഡിഗ്രി ആവും. ഓക്കെ, അങ്ങനെയാണ് ഇയാള് വടക്ക് പടിഞ്ഞാറ് എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഷിൻസിയാണ് അപ്പൊ ചോദിച്ചത്. റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത് അർച്ചന നീ പറയണം. ആ, ഓക്കെ അല്ലെ? ഒരെണ്ണം കൂടി പറഞ്ഞാലോ? ഒരു പ്രോബ്ലം കൂടി പറഞ്ഞാലോ? ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ്, കുഴപ്പമില്ല, എന്നാലും പറയാം അല്ലേ? വൈകിട്ട് 5 മണിക്ക് ഒരു പോസ്റ്റിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്താണെങ്കിൽ അയാൾ ഏത് ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്? വൈകിട്ട് 5 മണി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാം, സൂര്യൻ എവിടെയായിരിക്കും നോക്കാം? സൂര്യൻ വൈകിട്ട് പടിഞ്ഞാറായിരിക്കും അല്ലേ? സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ നമ്മുടെ നിഴൽ എവിടെ നിൽക്കണ്ടാവുക? നിഴൽ എവിടെയായിരിക്കും? കിഴക്ക്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ നിഴല് കിഴക്കോട്ടായിരിക്കും. ഓക്കെ,
പയുടെ ഏത് ദിക്കിലേക്കാണ് നോക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളെ നിഴൽ ഇടതുവശത്താണ്. ഏതപ്പോ ഇടതുവശം അല്ലെ? ഇത് റൈറ്റ്, ലെഫ്റ്റ് കേട്ടാ. നിഴൽ ഇടതുവശത്താ. നിഴൽ ഇടതുവശത്താവണമെങ്കിൽ ഈ ഭാഗം എന്താവണം? ഇത് കിഴക്കാവണം അല്ലെ? ഇത് പടിഞ്ഞാറാവണം അല്ലെ? നിങ്ങൾ അതിനെ നോക്കാം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് പോയി ഒരു സാധനത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു അല്ലെ? ഇപ്പുറത്തുനിന്ന് നമ്മുടെ പടിഞ്ഞാറ്, ഇപ്പുറത്താണെങ്കിൽ പടിഞ്ഞാറിന്ന് സൂര്യൻ വരുന്നു. ഓക്കെ, പടിഞ്ഞാറിന്ന് സൂര്യൻ വരുന്നു. കിഴക്കോട്ടാണ് നിഴല്. നമ്മൾ എവിടേക്കാണ് നോക്കി നിൽക്കുന്നത്? ഉത്തരം പറയാൻ തെക്കോട്ടാണോ? പറ്റിയത്? തെക്കോട്ടാണ്. തെക്കോട്ടാണ്. നിങ്ങളുടെ ഭാവനയിൽ നിന്ന് ഉത്തരം വരട്ടെ ഇതിന്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്ക്. നിങ്ങൾ നിൽക്കുമ്പോ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പത്തിലെടുക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങൾ ഒന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കാം. നമ്മുടെ നിഴൽ ഇടതുവശത്താണ് അല്ലെങ്കിൽ നമ്മുടെ വലത്തുവശം പടിഞ്ഞാറാണ്. നമ്മൾ എങ്ങോട്ടാണ് നിൽക്കുന്നുണ്ടാവുക? നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ.